യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാവികർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. നാവികർ ജാഗ്രത പാലിക്കണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്നും അത് പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, ഒരു ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇന്ത്യൻ നാവികർക്ക് വിദേശകാര്യ മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്? ദിവ്യ, ഇറാൻ ഇസ്രായേൽ യുദ്ധം രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ നാവികസേനയ്ക്കും അതോടൊപ്പം ചരക്ക് കപ്പലുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ടെഹ്റാനിലെ വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇന്ത്യൻ എംബസികളൊക്കെ തന്നെയും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം. ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ഡ്യൂട്ടിയിലുള്ളവരൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസികൾ നൽകുന്ന നിർദ്ദേശം അത് കൃത്യമായി തന്നെ പാലിക്കണം. ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിലൊന്നും തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന നാവികസേനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളടക്കം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിവിധ മേഖലകളിൽ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വിവിധ മേഖലകളിലടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ദിവ്യ, മറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറുകളുടെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണ്? അവിടെ നിന്ന് ആളുകൾ വലിയ രീതിയിൽ ഭീതിയോടെ, ഒരുപാട് പ്രവാസികൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം? റഷീദ്, നിലവിൽ വിദേശകാര്യ മന്ത്രാലയം എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഇന്ത്യക്കാരും ഈ എംബസി നൽകുന്ന വിവരങ്ങൾ പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ നമ്പറുകൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നതിന് പിന്നാലെയായിരിക്കും ഇന്ത്യൻ വംശജരെയും അതോടൊപ്പം പൗരന്മാരെ അടക്കം ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ച് എത്തിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം എപ്പോഴായിരിക്കും ഇത്തരത്തിൽ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരിക എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെയും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഉടനടി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, എന്തായാലും ഈ യുദ്ധം രൂക്ഷമാവുന്ന പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സഹായം, മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമൊക്കെ എപ്പോഴാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക, അത് എന്നുണ്ടാകും എന്നതിലൊന്നും ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇന്ത്യൻ നാവികർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എംബസികൾ നൽകുന്ന നിർദ്ദേശം അത് പാലിക്കണം, അനുസരിക്കണം എന്ന നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നാവികർക്ക് നൽകുന്നത്. എന്തായാലും ഗൾഫിലും ഇറാനിലും നാളെ നടക്കേണ്ട CBSE പരീക്ഷകൾ കൂടി ഇതോടൊപ്പം മാറ്റി എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് പുതുക്കിയ തീയതി പിന്നീടായിരിക്കും അറിയിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അത് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക, യുദ്ധം എത്രത്തോളം രൂക്ഷമാകും, അതോ സമാധാനം വരുമോ, ഈ യുദ്ധത്തിന് അറുതിയുണ്ടാകുമോ എന്നതൊക്കെ നോക്കി മാത്രമായിരിക്കും ഈ പരീക്ഷകളുടെ തീയതി പിന്നീട് അറിയിക്കുക എന്നാണ് അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. CBSE SSLC പരീക്ഷകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്.